യോഗി ആദിത്യനാഥിന്റെ അടക്കം ബുൾഡോസർ രാജിന് തടയിട്ട് സുപ്രീം കോടതി. ഞാൻ ഇതേവരെ ചെയ്തതിലെ ഏറ്റവും പ്രാധാന്യമുള്ള വീഡിയോ ഒരുപക്ഷെ ഇതായിരിക്കും. അതിൽ ആഘോഷമോ സെലിബ്രേഷനോ പോസിറ്റിവിറ്റിയോ അല്ല, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും മോശകരമായി നടക്കുന്ന ഒരു കാര്യമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് നിങ്ങൾ ഓരോരുത്തരും നമ്മളുടെ RSSലെ സുഹൃത്തുക്കൾക്ക്, BJPയിലെ സുഹൃത്തുക്കൾക്ക്, സഹോദരങ്ങൾക്ക് അയച്ചു കൊടുക്കണം. പലർക്കും ഇത്തരം കാര്യങ്ങൾ അറിയില്ല. അറിയാതെയാണ് അവർ ഈ തെറ്റിന്റെ ഭാഗമായി കൂടെ നിൽക്കുന്നത്. അവരെ കൂടെ ശരിയായ പാതയിലേക്ക് കൊണ്ടുവരണം. ഒരു ചോദ്യം ചോദിച്ചു തന്നെ തുടങ്ങാം. ഇന്ത്യയിൽ ഈ ബുൾഡോസർ വെച്ച് ഇടിച്ചു നിർത്തിയത് എത്ര കെട്ടിടങ്ങളാണ് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? എത്ര കെട്ടിടങ്ങൾ ഇന്ത്യയിൽ അങ്ങനെ ബുൾഡോസറിലൂടെ വിദ്വേഷത്തിന്റെ പേരിൽ ഇടിച്ച് തകർത്തിട്ടുണ്ട്? നിങ്ങൾക്കറിയുമ്പോൾ ഞെട്ടൽ തോന്നും എത്രയാണ് ആ സംഖ്യ. നമസ്കാരം. ഇന്ത്യയിലെ ബുൾഡോസർ രാജ് അഥവാ ബുൾഡോസറുകൾ വെച്ച് പലരുടെയും വീട് ഇടിച്ചു പൊളിക്കുക, ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് ആരോപിച്ച ഉടനെ അവന്റെ വീട്ടിലേക്ക് ബുൾഡോസർ കയറ്റുക, ഇത്തരം വളരെ വൃത്തികെട്ട പരിപാടികൾ, ലോകത്തിൽ ഒരു രാജ്യത്തും നടക്കാത്ത പരിപാടികൾ പലപ്പോഴും ഇന്ത്യയിൽ നടക്കാറുണ്ട്. ഇത് തികച്ചും അധാർമികവും അസന്മാർഗികവും വൃത്തികേടും ശരിയില്ലായ്മയുമാണ്. ഇതിനെക്കുറിച്ച് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് ദി ഹിന്ദുവിന്റെ ഫ്രണ്ട് ലൈൻ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ അറിയുമ്പോൾ പലപ്പോഴും അത്ഭുതപ്പെടും. ഇന്ത്യയിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ 1,50,000-ൽ പരം വീടുകളാണ് ഇടിച്ചു പൊളിച്ചത്. ഞാൻ ഒന്നുകൂടെ പറയാം, 1,50,000-ലധികം വീടുകളാണ് ഇന്ത്യയിൽ ഇടിച്ചു പൊളിച്ചത്. 7,38,000 ആൾക്കാർ അവർക്ക് വീടില്ലാതെ കഴിഞ്ഞ 2 വർഷത്തിൽ ഇല്ലാതായിരിക്കും. എനിക്കറിയാം, കേൾക്കുമ്പോൾ ഞെട്ടൽ തോന്നും. പലപ്പോഴും ഏത് പാർട്ടിക്കാരനാണെങ്കിലും ഇത്രയൊക്കെ സംഭവിക്കുന്നതെന്ന് തോന്നും. BJPയിലെയും RSSലെയും സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, ഈ കന്നന്തിരിവിനാണ്, ഈ മോശം പ്രവർത്തിക്കാണ് പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ പലരും കൂട്ടുനിൽക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തിൽ 7,38,000 പേർക്ക് വീടില്ലാതായി. നമ്മുടെ വീട് ആരെങ്കിലും ഇടിച്ചു പൊളിക്കാൻ വരുമ്പോഴേ നമുക്ക് അതിന്റെ വേദന അറിയൂ. അതേപോലെ 1,50,000 വീടുകളാണ് ഇടിച്ചു പൊളിച്ചത്. റിപ്പോർട്ട് ഞാൻ വിശദമായി കൂടെ കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും രാഷ്ട്രീയപരമായി റോള് കളിക്കാനും തങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്തു എന്ന് കാണിക്കാനും ആണ് ഇത് ചെയ്യുന്നത്. ഭൂരിഭാഗവും ഇങ്ങനെ മുസ്ലിങ്ങളുടെ, പിന്നോക്കക്കാരുടെ, OBCകളുടെ, ദളിതരുടെ വീടാണ് പലപ്പോഴും ഇടിച്ചു പൊളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ ജൂൺ 19 അക്ബർ നഗർ, ലഖ്നൌവിൽ 1,800 സ്ട്രക്ചേഴ്സ് ആണ് പൊളിച്ചു കളഞ്ഞത്. 1,169 വീടുകൾ, 1,169 വീടുകളും 101 കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റുമാണ്. ഇതെല്ലാം വികസനത്തിന്റെ പേരിലോ പുതിയൊരു റിവർ ഫ്രണ്ട് വേണമെന്ന പേരിലോ ഒക്കെയാണ് പറയുന്നത്. കൂടുതലും മുസ്ലിങ്ങളുടെ പൊളിച്ചു കളയുമ്പോൾ പേരിന് ഏതെങ്കിലും 1-2 ഹിന്ദു പേരുകാരുടെയും കൂടെ കളയും. എന്നിട്ട് ഇതെല്ലാം സെക്കുലർ ആണെന്ന് പറയും. ഇതിനൊന്നും ഒരു നന്മയില്ല. ദൈവവും കാലവും കണക്ക് തരാതെ ഇതിന് തിരിച്ചു പോവുകയുമില്ല. അതേപോലെ മറ്റൊരു അതും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഏകദേശം ഒരു ദളിത് ബസ്തി, അത് May 6 ബ്രിഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ജയ് ഭീം നഗറിൽ 600 മേക്ക് ഷിഫ്റ്റ് സെറ്റിൽമെന്റ്സ് ആണ് പൊളിച്ചു കളഞ്ഞത്. 3,500 പീപ്പിൾ ഹോംലെസ്സുമായി. കയ്യിൽ ബീഫ് സൂക്ഷിച്ചു എന്ന ബീഫ് സൂക്ഷിച്ചു എന്ന് കാരണം ഒരുപാട് വീടുകൾ ഇങ്ങനെ പൊളിച്ചു കളഞ്ഞ സംഭവം നമുക്കറിയാം. നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എത്ര പരിതാപകരമാണ്. ഹൗസിംഗ് ആൻഡ് ലാൻഡ് റൈറ്റ്സ് നെറ്റ്വർക്ക് HLRN 2024 അവരാണ് ഇതിന്റെ കണക്കെടുക്കുന്നത്. അവർ കണക്കെടുക്കുമ്പോൾ 1,53,820 വീടുകൾ 2022-2023 പൊളിച്ചു കളഞ്ഞു. ആലോചിച്ച് നോക്കണം, ഒരു വീടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടാണ്. ഞാനൊരു പുതിയ വീടുണ്ടാക്കിയിട്ടുണ്ട്, ആ വീട്ടിലായിരിക്കുന്നത്. ആരെങ്കിലും എൻ്റെ വീടിന് നേരെ വന്നാൽ ഞാൻ എന്ത് റെസ്പോണ്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ആ രീതി ദേഷ്യം വരും. 1,53,000 പാവങ്ങളുടെ വീടുകളാണ് ഇടിച്ചു കളഞ്ഞത്. 7,38,438 വ്യക്തികൾ റൂറൽ അർബൻ ഏരിയാസിൽ ഇതേപോലെ ബേഘർ അല്ലെങ്കിൽ വീടില്ലാതായി. 1.68 മില്യൺ, അതായത് 16,80,000 ആൾക്കാരെയാണ് ഇത് അഫക്റ്റ് ചെയ്തത്. എന്തൊരു ദ്രോഹമാണ് ഇത് ചെയ്യുന്നത് എന്നൊരു തിരിച്ചറിവ് നമുക്ക് തീർച്ചയായിട്ടും വേണം. ഈ റിപ്പോർട്ട് തീർച്ചയായും നിങ്ങൾ വായിക്കണം. അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട, അതായത് നമുക്ക് വേദന തോന്നുന്ന, ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ, ഭാരതീയൻ എന്ന നിലയിൽ വിഷമം തോന്നുന്നതാണ്. അതേപോലെ ഖാർഗോണിലെ രാം നവമി, ഹനുമാൻ ജയന്തി സെലിബ്രേഷൻസ്, മിക്കവാറും ഈ സെലിബ്രേഷൻസിൽ പ്രശ്നം ഉണ്ടാക്കുന്നതെല്ലാം തീവ്ര വലതുപക്ഷക്കാരാണ്. മുസ്ലിങ്ങളുടെ വീടുകൾക്ക് കല്ലെറിഞ്ഞ് അവരെ പ്രകോപിപ്പിച്ച് അവരെ ചീത്ത വിളിച്ച് റെസ്പോൺസ് എടുക്കും. അന്ന് ഗവൺമെന്റ് ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞ് 16 വീടുകളും 29 ഷോപ്പുകളുമാണ് മുസ്ലിങ്ങളുടെ പൊളിച്ചു കളഞ്ഞത്. അതിൽ ഒരു വീട് പ്രധാനമന്ത്രി, അതായത് നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ നിർമ്മിച്ച വീട് കൂടിയായിരുന്നു. ഇവിടെയാണ് ഈ ദ്രോഹം ചെയ്യുന്നതിന് കാലവും ദൈവവും കണക്ക് തരാതെ തിരിച്ചു പോകില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണം. ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ആംനസ്റ്റി ഇന്റർനാഷണൽ, ലോകത്തിലെ ഏറ്റവും ആദരണീയമായ സംഘടനയാണ്. ആംനസ്റ്റി ഇന്റർനാഷണൽ പറയുന്നത്
ഫെബ്രുവരിയിൽ പറയുന്ന റിപ്പോർട്ട് 128 ഡെമോളിഷൻസ് ആണ്. ആ ഫെബ്രുവരിയിലാണ് 617 വ്യക്തികളെയാണ് അത് അഫക്റ്റഡ് ആയത്. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു വീട്ടിലെ ഒരാൾ കുറ്റക്കാരനാണെന്ന് തന്നെ ഇരിക്കട്ടെ, അയാളുടെ വീട്ടിൽ അച്ഛനും അമ്മയും സഹോദരിയും സുഹൃത്തും മക്കളും ഒക്കെ ഇല്ലേ, സ്കൂളിൽ പോണ പിള്ളേരൊക്കെ ഇല്ലേ, ആ വീട് പൊളിച്ചു കളഞ്ഞാൽ അവരെവിടെ താമസിക്കും? എന്ത് ന്യായമാണിത്? ഈ ബുൾഡോസർ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻജസ്റ്റിസ് ആണ്. ഞാൻ എന്തോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് സ്വയം ബുൾഡോസർ ബാബ എന്ന് വിളിക്കുന്നവർ ദ്രോഹികളാണ്. ആ തിരിച്ചറിവ് നമ്മുടെ രാജ്യത്തിന് ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാകും. HLRന്റെ ഡേറ്റ പ്രകാരം 44% അങ്ങനെ പൊളിച്ചു കളഞ്ഞത് മുസ്ലിങ്ങളുടെയാണ്. വൾണറബിൾ ഗ്രൂപ്പ്സ് ആയ പിന്നോക്കക്കാർ, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ആദിവാസി, ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആണ് 23%, 17% OBC, 5% ഷെഡ്യൂൾ കാസ്റ്റ്സ്. ഇതാണ് കണക്ക്. 44% മുസ്ലിങ്ങളുടെ വീടുകൾ, 23% ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ വീടുകൾ, 17% OBC, 5% ഷെഡ്യൂൾ കാസ്റ്റ്. ഇതാണ് ഈ രാജ്യത്തിന്റെ ദുരവസ്ഥ എന്നുള്ളത്. അതായത് ഈ രീതിയിൽ നമ്മുടെ പല ആൾക്കാരെയും ദ്രോഹിക്കാൻ കഴിയുന്നുണ്ട്. വലിയ പട്ടാളവും പോലീസുമായി പോയി സാധാരണക്കാരുടെ വീട് അങ്ങനെ പൊളിച്ചു കളയുന്നതിനെ തടയാൻ ഇപ്പോൾ സുപ്രീം കോടതി മുമ്പോട്ട് വന്നത് വളരെ ആശ്വാസകരമാണ്. സുപ്രീം കോടതി അതിശക്തമായി മുമ്പോട്ട് വരികയും ഈ ബുൾഡോസർ രാജ് ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് പറയുകയും ചെയ്യുന്നത് ഈ രാജ്യത്തിനെ സംരക്ഷിക്കലാണ്. അങ്ങനെ അല്ലാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട് ആരെങ്കിലും ഇതേപോലെ പൊളിക്കാൻ വരുന്ന കാര്യം മതി. ഇനി തെറ്റുകൾ ചില ആൾക്കാർ കയ്യേറിയ സ്ഥലങ്ങൾ കയ്യേറി കാണാം. അതിലൊക്കെ ഒരു ഡ്യൂ പ്രോസസ് ഓഫ് ലോ ഇല്ലേ? അതായത് നിയമത്തിന്റെ പാതയിൽ പോയി അവരെ ഫൈൻ ചെയ്യുക, അവരെ പണിഷ് ചെയ്യുക, അല്ലെങ്കിൽ ആ സ്ഥലം കോടതിയിലൂടെ പിടിച്ചെടുക്കുക, ഇതൊന്നുമില്ലാതെ ഇത് ചെയ്യരുത്. സെപ്റ്റംബർ 4, 2024 സുപ്രീം കോടതി ഈ ബുൾഡോസർ ഇൻജസ്റ്റിസിനെ കുറിച്ച് അതിശക്തമായി പറയുകയും സുപ്രീം കോടതി ചോദിച്ചു, ഒരാളുടെ വീട് നിങ്ങൾക്ക് എങ്ങനെ പൊളിക്കാൻ കഴിയും? അയാൾ കുറ്റക്കാരനാണെന്ന് തന്നെ ഇരിക്കട്ടെ, അയാളെ കോടതി കുറ്റക്കാരനാണ് കണ്ടെത്തിയിരിക്കട്ടെ, അയാളുടെ വീട് എന്തിനാ പൊളിക്കുന്നത്? അയാളുടെ വീട് പൊളിക്കുമ്പോൾ ആ വീട്ടിലുള്ള ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? ജസ്റ്റിസ് വിശ്വനാഥനും ജസ്റ്റിസ് BR ഗവായിയുമാണ് അതിശക്തമായ ഈ നിലപാടെടുത്തത്. എല്ലാം ഇല്ലീഗലാണെന്ന് കരുതി പൊളിക്കുമ്പോൾ നാളെ നമ്മുടെ വീടും ആരെങ്കിലും പൊളിക്കാൻ വരുമെന്ന് ഓർക്കണം. ഇത് ചെയ്യുന്ന തീവ്ര വലതുപക്ഷക്കാരാണ്. അവർക്ക് മുസ്ലിങ്ങളോടോ ഹിന്ദുക്കളോടോ ഒരു പ്രത്യേക സ്നേഹമോ ദേഷ്യമോ ഒന്നുമില്ല. അവർ തങ്ങളുടെ അധികാരം ഉറപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇതിനെതിരെ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ BJP, കോൺഗ്രസ്, CPM, AAP എല്ലാവരെയും ഉണർത്തേണ്ടതും ഈ ഇൻജസ്റ്റിസ് ഒരിക്കലും നമ്മുടെ നാട്ടിലേക്ക് വരരുത് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. ഒന്നും നശിപ്പിക്കലല്ല, എല്ലാം നന്നാക്കുന്നതിലാണ് രാഷ്ട്ര നിർമ്മാണം. ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകട്ടെ. ജയ് ഹിന്ദ്. നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക. എല്ലാ കമന്റും ഞാനിത് വായിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കുറെ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും. തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്വാളിറ്റിയുള്ള കണ്ടന്റ്, കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക്. എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആ കമന്റ്സ്, നിങ്ങളുടെ ലൈക്സ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആദരം, നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസിസം, നെഗറ്റീവ് ക്രിറ്റിസിസം, ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും.